റോട്ടറി ക്ലബ്ബ് ഓഫ് ചേർത്തല ഗ്രീൻ സിറ്റിയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ടീന ആന്റണി ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ക്ലബ്ബ് ഓഫ് ചേർത്തല ഗ്രീൻ സിറ്റിയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ടീന ആന്റണി ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്കറിയാം, നമ്മളുടെ ഈ വർഷത്തെ തീമാണ് ഡിസ്ട്രിക്ട് തീം. നമ്മൾക്ക് നേരിട്ട് ഇൻ്റർനാഷണൽ തീമില്ല, അതുകൊണ്ട് ഒരു ഡിസ്ട്രിക്ട് തീം ആവാമെന്ന് ഓർത്തു. അതാണ് ക്രിയേറ്റ് യുവർ ഓൺ ലെഗസി. അപ്പം ഞാൻ പ്രസിഡന്റ് പത്മകുമാറും സെക്രട്ടറി റോഷിനിയോടും പറയാനുള്ളത്, നമ്മൾ ഇതേ സമയം ഒരു വർഷം കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങളൊന്ന് സങ്കല്പിക്കുക. നിങ്ങൾ വേറൊരാൾക്കായിരിക്കും കൈമാറുന്നത്. ആ സമയത്ത് നിങ്ങളുടെ ആ സ്ഥാനം നിങ്ങൾ കൈമാറുമ്പോൾ നിങ്ങൾ സന്തുഷ്ടമായോ? നിങ്ങൾ ആ ഒരു വർഷം എങ്ങനെയാണ് നിങ്ങൾ കൊണ്ടുപോയിട്ടുള്ളത്? ആ കാര്യത്തിൽ നിങ്ങൾക്ക് തൃപ്തി ആയിട്ടുണ്ടോ? ആ കാര്യം നമ്മൾ ഇപ്പോഴേ നമ്മുടെ മനസ്സിൽ വെക്കുക. ആ ഒരു വർഷം കഴിയുമ്പോൾ ഞാൻ എങ്ങനെയായിരിക്കും എൻ്റെ ക്ലബിനെ, ഏത് രൂപത്തിലായിരിക്കും ഞാൻ എൻ്റെ ക്ലബിനെ ഞാൻ ആ ഒരു ലെവലിൽ കൊണ്ടുപോയിട്ടുണ്ടോ? ഞാൻ മെമ്പേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ടോ? നമ്മുടെ റോട്ടറിയിൽ പുതിയ മെമ്പേഴ്സിനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടോ? എങ്ങനത്തെ മെമ്പേഴ്സിനെയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്? ഞാൻ TRFലോട്ട് ഞാൻ ഞാൻ മെമ്പേഴ്സിനെ ഒരു പ്രചോദനം ഉണ്ടായിരുന്നു അവർക്ക് ഒരു TRFലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ. പിന്നെ ഏറ്റവും വലുതായിട്ട് നമ്മളുടെ ഓപ്പോൾ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്ട് പ്രോജക്റ്റ്, നിങ്ങൾ ഓപ്പോൾ ഒരു പ്രൊജക്റ്റായിട്ട് നിങ്ങൾ കാണല്ലേ. നിങ്ങൾ ഓപ്പോൾ നേരിട്ടും മറ്റ് കുറേ ആൾക്കാരുടെ ജീവിതം മാറ്റാനുള്ള ഒരു അവസരം മാത്രമായിട്ട് നിങ്ങൾ കണക്കൂട്ടുക. നിങ്ങൾ എന്താണെന്ന് പറഞ്ഞ് വീടുകൾ വെച്ച് കൊടുക്കുമെന്ന്, നിങ്ങൾക്ക് താക്കോൽ ദാനത്തിൻ്റെ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം അവരുടെ കണ്ണുനീരായിരിക്കും. അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണത്തില്ല അവർക്കൊരു വീട് എന്താണ് കിട്ടുമെന്നുള്ള ഒരു സ്വപ്നം പോലും, ആ ധൈര്യം പോലും ഇല്ലാത്ത ആൾക്കാരായിരിക്കും. അവർക്കാണ് നിങ്ങളൊരു വീട് വെച്ച് കൊടുക്കാൻ പോകണം. ഒന്നല്ല, 2 പേർക്ക് നിങ്ങൾ വീട് വെച്ച് കൊടുക്കണം. വളരെ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് തന്നെയാണത്. സിനിമാ താരം സുധീർ കുമാർ മുഖ്യാതിഥിയായി. അസിസ്റ്റന്റ് ഗവർണർ PJ കുഞ്ഞപ്പൻ, K പൊന്നപ്പൻ, KG ബിജു, N പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. പത്മകുമാർ മഠത്തിൽ പ്രസിഡന്റായും റോഷ്നി കാട്ടുങ്കൽ സെക്രട്ടറിയായുമുള്ള ഭാരവാഹികളാണ് ചുമതലയേറ്റത്. കിടപ്പ് രോഗികൾക്കുള്ള സഹായം ഡോക്ടർ K പ്രകാശനിൽ നിന്ന് KK കുമാരൻ പീനാൽ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ചെയർമാൻ S രാധാകൃഷ്ണൻ ഏറ്റുവാങ്ങി. റോട്ടറി ക്ലബ്ബ് ഓഫ് ചേർത്തല ഗ്രീൻ സിറ്റിയുടെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി 2 വിധവകൾക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൂടാതെ 50 സ്ത്രീകൾക്ക് തൊഴിലും നൽകും. നമ്മുടെ ചിറകുകൾ എവിടെ വരെയാണെങ്കിലും എത്തിച്ചേരാം, നമുക്ക് എവിടെയും പറന്നെത്താൻ കഴിയുമെന്നുള്ള ആ സ്ത്രീകളുടെ ഉദ്ബോധിപ്പിക്കുന്നതിന് വേണ്ടി സ്ത്രീകൾക്കൊരു ഉദ്ബോധനം, സ്ത്രീകളും പുരുഷനും തുല്യമായിട്ടുള്ള പങ്കാളിത്തം എന്നുള്ളതിന് വ്യക്തതയാക്കിക്കൊണ്ട് നമ്മളുടെ ടീന മാഡം ഓപ്പോൾ എന്ന് മാത്രമേ ഞാൻ സംബോധന ചെയ്തിട്ടുള്ളൂ. ഒഫീഷ്യലിനെയും പറയണം എങ്കിലും ഓപ്പോൾ എന്ന് സംബോധന ചെയ്യുന്നു. ആ ഓപ്പോൾ ഏറെ ബഹുമാനത്തോട് ഓപ്പോളിൻ്റെ ഒപ്പം ഞാനുണ്ടാവും എന്ന് പറയുന്നു. ഓപ്പോളിൻ്റെ എല്ലാ പദ്ധതികളും 2 കൈയും നീട്ടി ഈ ഗ്രീൻ സിറ്റി സ്വീകരിക്കും. അതിൻ്റെ വിവിധമായ പദ്ധതികളാണ് ഞങ്ങളിവിടെ ഗ്രീൻ സിറ്റി വിഭാവന ചെയ്യുന്നത്. നമ്മൾ ആദ്യം തന്നെ ഈ കിടപ്പാടം എന്നുള്ളത് ഏറ്റവും ഒരു പ്രധാനമാണ്. ഭക്ഷണം കഴിക്കാം. ഭക്ഷണം നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ അന്തി ഉറങ്ങാൻ, സ്വസ്ഥമായിട്ട് ഉറങ്ങാനൊരു സ്ഥലം വേണം. അതൊക്കെ തന്നെയാണ് ഓപ്പോളിൻ്റെ ചിന്തയിൽ വന്നിരുന്നത്. അതിനുവേണ്ടിയാണ് ഓപ്പോൾ ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുന്നത്. അതിനെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് 2 വിധവകളായിട്ടുള്ള 2 സഹോദരങ്ങൾക്ക് നമ്മുടെ ഗ്രീൻ സിറ്റി ഈ വർഷം വീടുകൾ റെഡിയാക്കി കൊടുക്കുകയാണ്.